ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മുടെ ലവ് തുടങ്ങിയത്. ഓക്കെ, എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ റെസ്റ്റോറൻറ്റിൽ അവൻ ഡെലിവറി ബോയും ഞാൻ കാഷ്യറും ആയിരുന്ന സമയത്താണ് നമ്മുടെ ലവ് സ്റ്റോറി തുടങ്ങിയത്. ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം. എന്താ? അതായത് ഈ സീറ്റിൽ റാണ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. റീത്ത എന്ന് പറയുന്നൊരു നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടാണ്. ഈ സീറ്റിലിരുന്നാണ് ഇവർ കോൺവെർസേഷൻ സംസാരിക്കുന്നത്. എന്നാൽ ലോ ക്യാമറ വഴി ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുതരാം. അങ്ങനെ റാണത് ഇതുപോലെ ഡെലിവറി ബോയ് പോലെ ഇങ്ങനെ നടന്നു പോകുമായിരുന്നേ. അപ്പം ഞാൻ എന്തോ ആ കൗണ്ടറിലായിരുന്നു. ആ കൗണ്ടറിൽ ഇരുന്നിട്ടാണ് ഞാൻ റാണയെ കണ്ടത്. അപ്പോൾ ഈ ജ്യൂസ് കൗണ്ടറിനകത്ത് നിന്ന് അവൻ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ബാലൻസ് വരുന്ന തരുമായിരുന്നു. അപ്പം ഞാൻ ആ കൗണ്ടറിൽ ഇരുന്നിട്ട് കഴിക്കുമായിരുന്നു ഇവൻ തരുന്ന സാധനങ്ങൾ. അങ്ങനെ ഇവിടുത്തെ ഫുഡിലൂടെയാണ് അവൻ എന്നെ വീഴ്ത്തിയത്. അപ്പോൾ ഇതുപോലെ ഡെലിവറി ബോയ് ആയിരുന്നവൻ ഈ കൗണ്ടറിൽ വെച്ചാണ് ഫ്രഞ്ച് ഫ്രൈസൊക്കെ എല്ലാ കൗണ്ടറിലേക്ക് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ലവ് ഹാപ്പനായി. പക്ഷേ ഒരു കാര്യം പറഞ്ഞാൽ ഈ റീത്ത എന്ന് പറയുന്ന നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമുക്ക് ഒരു ബട്ടർഫ്ലൈ ആയിരുന്നു. പുള്ളിക്കാരി നേപ്പാളിലുള്ളതാണ്. പുള്ളിക്കാരിയാണ് നമ്മുടെ കൂടെ എല്ലാത്തിനും നിന്നത്. എന്നിട്ട് ആ ഒരു ടേബിളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ടേബിളിൽ വെച്ചാണ് ഞാനും റീത്തയും സംസാരിക്കാൻ. ഓക്കെ, അപ്പോൾ അവിടെ ഇരുന്നാണ് റീത്ത റാണയെ പറ്റി പറഞ്ഞു തരാറ്. അതായത് നല്ല കുട്ടിയാണ്, നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നേ. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ വിശ്വസിച്ചു. എന്നാൽ എന്നെ പറ്റിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ 1 വർഷമായി. ഇതുവരെയും എൻ്റെ കൂടെ അതേപോലെ ഉണ്ട്. അയ്യോ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എങ്ങനെ നമ്മൾ പ്രപ്പോസ് ചെയ്തു? ഒരു ദിവസം രാത്രി ഞാനും എൻ്റെ ഫ്രണ്ട് ഇർഷാദും കൂടെ ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ പോയി. അപ്പോൾ ഇവൻ നടന്നു പോകും. ഞാൻ ജസ്റ്റ് ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അവന് ദേഷ്യമായിരുന്നേ. അന്ന് രാത്രി ഞാൻ ഇവന് മെസ്സേജ് അയച്ചു, റീത്ത എന്നോട് എന്തൊക്കെയോ പറഞ്ഞല്ലോ, അതും ഈ സെയിം വാലന്റൈൻസ് ഡേ. റീത്ത എന്നോട് എന്തൊക്കെയോ പറഞ്ഞല്ലോ നിന്നെ പറ്റി. സോ ഡു യു ലൈക്ക് മീ? അങ്ങനെ ഒരു റിപ്ലൈ ആവും എനിക്ക് വാട്സപ്പിൽ അയച്ചു. അടുത്ത ദിവസം മുതലേ ഞങ്ങൾ ഫാമിലി അറിയിച്ചു, 2 ഫാമിലി അറിഞ്ഞു. അങ്ങനെ വി ബോത്ത് ഗോട്ട് കമ്മിറ്റഡ്. एक्चुअली मेरे को मालूम नहीं था एक इंडियन के साथ मेरा शादी हो जाएगा और पूरा ज़िंदगी इसके साथ ही बिताना पड़ेगा. चलिए हो गया, मालूम नहीं कैसे हो गया. How was the 1 year? जो हुआ बहुत ही अच्छा हुआ. और 1 year जैसे गया समझो 1 month ओनली. ऐसा है. फर्स्ट 1 year एक्चुअली इट वाज रियली गुड and enjoyable. Everything thanks to Rita. It's happened God. Because of Rita and God. Yeah. And at this moment ഇതുവരെ വഴക്കും ബഹളമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. We were angry, we were fighting and extra love. नहीं मैं एंग्री नहीं है, ये हमेशा एंग्री है. So everything happened, but we are still in loving each other, understanding each other, and it is like infinity. So thank you for your support. Thank you. It's a short video. Thank you. Because we couldn't find the proper place to take this love story. So thank you all for support and understanding us. New videos will be coming. This is the first big video in our channel. So bye bye. Bye bye. Love you. Love you. Love you also. Yeah. Happy anniversary. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ വീഡിയോ വൈൻഡപ്പ് ആക്കി. സോറി, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്നെ നല്ലപോലെ അറിയാമെന്നുള്ളവർക്ക് എൻ്റെ പാസ്റ്റും എൻ്റെ ഓരോ പ്രശ്നങ്ങളും ഞാൻ കടന്നു പോയ സിറ്റുവേഷനും എല്ലാം അറിയായിരിക്കും. ഇതൊക്കെ അറിയാം, റാണയ്ക്കും അറിയാം. അങ്ങനെയാണ് എന്നെ സ്വീകരിച്ചതും നമ്മുടെ ലൈഫ് അങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതും. പിന്നെ പാസ്റ്റ് എന്താണെന്ന് ചോദിച്ചു വരുന്നെങ്കിൽ അത് അപ്പോൾ സമയമാകുമ്പോൾ ഞാൻ റിവീൽ ചെയ്യുന്നതാണ്. അപ്പോൾ സമയമാകുമ്പോൾ ഞാൻ റിവീൽ ചെയ്യുന്നതാണ്. അങ്ങനെ
ചോദിച്ചു വരുന്നെങ്കിൽ സമയമാകുമ്പോൾ റിവീൽ ചെയ്യുന്നതാണ്. നല്ലൊരു കഥയുണ്ട് പാസ്റ്റിൽ. അതൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻ കേസ് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാനപ്പോൾ പറയാം. പിന്നെ അതെല്ലാം എന്നെ പേഴ്സണലി അറിയാമെന്നുള്ളൊരു അടുത്താണ് ഞാൻ പറയുന്നത്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ എൻ്റെ ലൈഫിലോട്ട് വന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിച്ച് പോകുന്നതും. പിന്നെ കല്യാണമൊന്നും ആയിട്ടില്ല, അതിനുള്ള ടൈം ഇനിയും ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പതിയെ പതിയെ ഓരോ ഡിസിഷൻ എടുക്കുന്നേ ഉള്ളൂ. ഇത്ര പ്രായമായിട്ടുള്ളൂ. സോ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.